നമ്മുടെ നാട്ടിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ അങ്ങനെ ഒരു ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് റീസെന്റ് ആയിട്ട് നമ്മുടെ MP പ്രേമേന്ദ്രൻ പറഞ്ഞു റെയിൽവേയിൽ നാളിതുവരെ കാണാത്ത ഒരു വികസനമാണ് നടന്നത്. രാജ്യത്തും നാളിതുവരെ കാണാത്ത വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ കണ്ടില്ലെന്ന് അറിയിക്കാൻ പറ്റത്തില്ല. അതേസമയം തന്നെ നമ്മുടെ കേരളം പലപ്പോഴും ചിന്തകൾ കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉപരി ആ രാഷ്ട്രീയ പാർട്ടിയുടെ വിഷൻ, ആ രാഷ്ട്രീയ പാർട്ടി എന്താണ് സമൂഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഈ ചിന്തകളിൽ എല്ലാ അർത്ഥത്തിലും അവിടെ എന്താണ് BJP ഉദ്ദേശിക്കുന്നത്, 2020 പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒപ്പം ചേർക്കാൻ ഇന്ത്യ തീരുമാനിക്കുമ്പോൾ 100% ഡെവലപ്മെന്റ്സ് അല്ലാതെ മറ്റെന്താണ് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക? അങ്ങനെ നാടിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ വരുംകാല തലമുറയുടെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ന് ഈ കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നും 80-ലും 90-ലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്താണ് 2030-ൽ സംഭവിക്കാൻ പോകുന്നത്, എന്താണ് 2035-ലും 40-ലും നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകേണ്ട അറിവുകൾ എന്തൊക്കെയാണ്, അവർക്ക് ഏത് മേഖലയിലാണ് സർവൈവ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇതൊക്കെ കൊടുക്കാൻ കഴിയണമെങ്കിൽ വിഷണറി ആയിട്ടുള്ള ദീർഘവീക്ഷണമുള്ള കുറച്ചുള്ള നേതാക്കന്മാർ വരണം. ആ നേതാക്കന്മാർക്ക് പഴയകാല രാഷ്ട്രീയ പണിമുടക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം പറയാൻ കഴിയണം. അത് മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും ചേരാനും, ഇതല്ലാതെ മറ്റൊരു രാഷ്ട്രീയ ആശയം നിലവിൽ കേരളത്തിൽ